ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ പ്രകൃതിക്ക് നല്ല ഭംഗി. ഇപ്പോൾ അത്ര നേരത്തെ ഒന്നും എഴുന്നേൽക്കണില്ല. വയ്യായ കൂടുന്നേറ്റ് മുന്നേ ഇപ്പോൾ ഈ ശബ്ദം കൊടുക്കുമ്പോൾ നല്ല വയ്യായുള്ള സമയമാണ്. പക്ഷേ ഈ വീഡിയോ അതിലും കുറച്ച് മുന്നേ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ മസാലകളും കേട്ടോ, കരയാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായ, കറുകപ്പട്ട, ബേ ലീഫ്, അങ്ങനെ എല്ലാതും. പിന്നെ ഒരു സവോള, ഉള്ളിയല്ല സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ്, വെള്ളക്കാന്താരി മുളക് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം, അതുവരെ നമ്മൾ മിക്സ് ചെയ്യണം. സവോളയൊക്കെ മുരിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരണം. പിന്നെ ഞാനിതിൽ മസാലയ്ക്ക് ഉപയോഗിച്ചത് ബീഫ് മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ബീഫ് മസാല. അപ്പോൾ ഗരം മസാലയോ ബിരിയാണി മസാലയോ ഈ ചിക്കൻ മസാലയോ ഒക്കെ ചേർക്കാം കേട്ടോ, നമുക്ക് ഏതായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ വന്നതല്ലേ. ഇതൊക്കെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായിരുന്നു. വയറുവേദനയുണ്ട് കേട്ടോ, ഭയങ്കര ഗ്യാസും വയറുവേദനയാണ്. അപ്പോൾ വയറുവേദനയും പല്ലിൻ്റെയും പല്ലെടുത്തതിൻ്റെ വേദനയും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോൾ എന്താ പറയുക, തളർന്നു. 2 ദിവസമായി ജോലിക്കും പോയിട്ട് 2 ദിവസമായി. പല്ലിൻ്റെ ആ ദിവസം പല്ലിൻ്റെ പിന്നെ ആ ഗുളികകൾ കഴിച്ചിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദന. എന്താണെന്നറിയില്ല, ഫുഡ് കഴിക്കാൻ തീരെ പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോൾ വയറുവേദന എടുക്കുക, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇനി അതിനും കൂടി ഡോക്ടറെ കാണണമെങ്കിൽ ഇതിപ്പോൾ എനിക്ക് കൂടുതലായത് സൺഡേയിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി പിറ്റേ ദിവസം രാവിലെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് നമുക്ക് വയ്യായൊന്നും അധികം ഇല്ലാത്ത ഒരു ദിവസമാണ്. അതിലേക്ക് ഇത് 3 ഒക്കെ എടുത്തു കേട്ടോ. 3 4 ഒക്കെ എടുക്കാം നമുക്ക് പുളിക്കനുസരിച്ച്. ഞാൻ 3 അങ്ങോട്ട് അടിച്ച് അരിക്ക് ഇട്ടിട്ടുണ്ട്. ഏകദേശം 1 കിലോ അരി ഉണ്ടാവും കേട്ടോ. തക്കാളി നന്നായിട്ട് മൊരിഞ്ഞതിന് വെളിച്ചെണ്ണ തെളിഞ്ഞ ശേഷം മാത്രം നമ്മുടെ ചോറിട്ട് കൊടുക്കുക. ഞാൻ വേവിച്ച് വെച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അരിയായിട്ട് ഇതിലേക്ക് വയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇതിൽ വേവിച്ചാലും കുഴപ്പമില്ല. സെപ്പറേറ്റ് വേവിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചോറ് വേവിക്കാൻ വെക്കണ നേരം കൊണ്ട് എനിക്ക് മസാലകളൊക്കെ മൂപ്പിക്കാമല്ലോ. അങ്ങനെ ഒരു എളുപ്പപ്പണി ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ അരി പിന്നെ വേവാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഇതാ മല്ലിയില ഇട്ട് കൊടുത്തു. ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ അങ്ങനെ ഇതുണ്ടായ കാരണം മല്ലിയില ഇല്ലാത്തൊരു വിഷമമില്ല. ചിലപ്പോൾ നമ്മളതിൽ തീർന്നു പോയില്ല. അപ്പോൾ തീർന്നു പോകുമ്പോഴാണ് ഞാൻ ഈ ആഫ്രിക്കൻ മല്ലിയിലൊക്കെ പൊട്ടിച്ച് സാമ്പാറിലായാലും ഇതിലൊക്കെ ഇടുന്നത്. ഇടയ്ക്ക് വാങ്ങിക്കും, എന്നാലും ചിലപ്പോൾ തീർന്നു പോകാറുണ്ട്. അപ്പോൾ ഇതും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എളുപ്പപ്പണിക്ക് അധികം കറികൾ വെക്കാണ്ടിരിക്കാൻ മാത്രമായിട്ടുള്ളൊരു സൂത്രമായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞത് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിടാണ്. ആകെ ഇങ്ങനെ പരന്ന് ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഇത് മാത്രം മതി, അതിന് സൈഡായിട്ടൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് മാത്രമായിട്ട് കഴിക്കാനും ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ തൈരോ എന്തെങ്കിലും വേണം നമുക്ക് ഇതിൻ്റെ കൂടെ. തനിയെ അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല, നല്ല മസാലയൊക്കെ ഉണ്ടെങ്കിലും. പിന്നെ ഞാൻ കായ ഉപ്പേരി വെച്ചു കേട്ടോ. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് പിന്നെ മനസ്സിലായത്. കായ ഉപ്പേരി പിള്ളേർക്ക് അത്ര വലിയ നോട്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെച്ചപ്പോൾ ഇത്തിരി എരിവും കൂടിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അത് മുഴുവൻ കഴിഞ്ഞില്ല. പിന്നെ തക്കാളി ടൊമാറ്റോ റൈസിൻ്റെ കൂടെ എന്താ പറയുക, കായം മെഴുക്ക് പറ്റി കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം അവർ കഴിച്ചില്ല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബാലൻസായി. പിറ്റേ ദിവസത്തേക്ക് പിന്നെ ഞാൻ ഒരുവിധം കറികളൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. സാമ്പാർ എടുക്കും, ചിക്കനോ മീനൊക്കെ വാങ്ങിച്ചെടുക്കും. അല്ലാണ്ട് വേറെ കറികളൊന്നും അങ്ങനെ ഞങ്ങളുടെ എല്ലാ കറികളൊന്നും എടുക്കാറില്ല. അപ്പോൾ തന്നെ ഇതാ കുക്കർ കഴുകിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോണ ദിവസമോ അല്ലെങ്കിൽ ഇത്തിരി തിരക്കുള്ള ദിവസമോ അല്ലെങ്കിൽ ഇത്തിരി വയ്യാന്ന് തോന്നുന്ന ദിവസമോ ഒക്കെ നമുക്ക് ഇതേപോലത്തെ റൈസ് ഉണ്ടാക്കിയിട്ട് സൈഡായിട്ട് ഒരു തൈരോ അല്ലെങ്കിൽ ഒരു പുതിന ചമ്മന്തിയോ അരച്ച് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾ ഹാപ്പി ആവും. പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മുട്ട പുഴുങ്ങിയതും കൂടി എടുത്ത് റോസ്റ്റാക്കി കൊടുക്കാൻ വെച്ചാൽ അത് വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ലല്ലോ മുട്ട ഇതാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ തിരക്കുള്ള ദിവസം ഞാനിങ്ങനെ കുറച്ച്, അല്ലെങ്കിൽ വയ്യാത്ത ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പച്ചമുളകാണ്. ഈ പച്ചമുളകിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വാങ്ങിക്കണ എന്താ പറയുക, എൻ്റെ അമ്മയൊക്കെ കിഴക്കമുളക് എന്ന് പറയുക കേട്ടോ. ഇപ്പോൾ സാമ്പാർ മുളക് അങ്ങനെ പറയാം നമുക്ക്. അത് ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ ചമ്മന്തി എനിക്ക് അത്ര ടേസ്റ്റൊന്നും തോന്നാറില്ല. പണ്ട് വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ല നെയ്മുളകും കാന്താരി മുളകും ഒക്കെ ചമ്മന്തി അരച്ച് കൂട്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ മുളക് വെച്ച് ചമ്മന്തി ഒട്ടും ഉണ്ടാവാറില്ല കേട്ടോ.
പിന്നെ ഇപ്പം നമ്മുടെ വെട്ടുകാട് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ കാന്താരി മുളകൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയത്. അപ്പുറത്തെ വീട്ടിൽ ചേച്ചി തന്നതായിരുന്നു കേട്ടോ ഈ മുളകിൻ്റെ തൈകൾ. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നത് വരെ ഒക്കെ പോയി. അമ്മയുടെ അവിടെ നെയ്മുളക് ഉണ്ട് കേട്ടോ, അതൊന്നും പിടിച്ചിട്ടില്ല. ഇനിയും പോകുമ്പോൾ കുറച്ച് കൊണ്ടുവരാം അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ അനുക്കുട്ടി വിത്തുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും അന്ന് തുടങ്ങി എനിക്ക് വയ്യായികളാണ്, മാറിയിട്ടില്ല. അപ്പോൾ ആ വിത്തുകളൊക്കെ സൂക്ഷിച്ചോടെ എടുത്ത് വെച്ചേക്കാണ്, അതൊക്കെ ചെയ്യണം. പിന്നെ അനു എന്നെ വേറൊരു ഗിഫ്റ്റും കൂടി അയച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല കേട്ടോ, ഇത് മുന്നത്തെ പിടിച്ചു വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി അത് വന്ന ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ അത് ഇടാം കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ് വീഡിയോ ഷോർട്ട് ഇടാൻ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ട്രെൻഡിങ് ആണ്, കാണാണ്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായിട്ട് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയതായിരുന്നു. വീണ്ടും എനിക്ക് വയ്യാണ്ട്. എന്ന് ഞാൻ വലിയ കാര്യത്തിൽ പ്ലാനിങ് ഒക്കെ നടത്തണോ അന്ന് എനിക്ക് വയ്യാണ്ടാവും, അതൊരു സ്ഥിരമായിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ലോ പ്രഷറിൻ്റെ അത് കഴിഞ്ഞപ്പോൾ പല്ലിൻ്റെ കുറഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നിക്കാണ്. അപ്പോൾ കുറേ വയ്യാകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമല്ലേ. അപ്പോൾ അതായത് ശ്രീകുട്ടൻ വന്നു കണ്ടിട്ട് തന്നെ എടുത്ത് ഭക്ഷണം കഴിക്കേണ്ടിയിട്ടാണ്. സ്കൂളിലേക്ക് ആക്കണത് എപ്പോഴും ആക്കി കൊടുക്കേണ്ടി വരും. അവരാക്കാമെന്നൊക്കെ പറയും, പിന്നെ അത് കഴിഞ്ഞ് അവസാന നിമിഷം അവർക്ക് ഭയങ്കര തിക്കും തിരക്കാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോയി പല്ലിൻ്റെ ഡോക്ടറെ കണ്ടിട്ടാണ് തിരിച്ചു വന്നിക്കണ. ഗുളികളൊക്കെ തന്ന് അതിൻ്റെ പഴുപ്പൊക്കെ മാറിയിട്ട് പല്ലെടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വൈകുന്നേരം വന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബിരിയാണി റൈസ്, തക്കാളി റൈസ് കഴിഞ്ഞു കേട്ടോ, നല്ല ചിലവുണ്ടായിരുന്നു ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം പുട്ടുണ്ടാക്കാം, കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പുട്ട് നനച്ചത് തലേദിവസം നനച്ചത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടിപ്പോയിട്ട്. പിള്ളേർ നാളികേരം ചെരിയാന്നു കേട്ടോ. നാളികേരമൊക്കെ കൊത്ത് അടർന്ന് വീണു. പിന്നെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിൽ ക്രഷ് ചെയ്ത് അരിക്കിട്ടു കേട്ടോ. പിള്ളേർ അങ്ങനെ വല്ലപ്പോഴല്ലേ ചെരുകണുള്ളൂ, അവർക്ക് അത്ര പ്രാക്ടീസൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മുടെ പുട്ടുപൊടി എടുത്തുകാണ്ട് ഇത്തിരി ഒരു കട്ട പോലെയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഒക്കെ കൃത്യമായിട്ട് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വന്ന ദിവസമാണ് എടുത്തു വെച്ചത് കേട്ടോ. ചില ദിവസം നമ്മൾ വിചാരിക്കണ അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് ചിലവാവില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ചിലവാകും, അങ്ങനെയാണ്. അപ്പോൾ അത് ആ കുക്കറിൽ കടല വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഈ കുക്കർ എടുത്ത് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചിരട്ടപ്പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മറ്റേതാകുമ്പോൾ എനിക്ക് ചില നേരത്ത് അത് ഇൻട്രസ്റ്റ് തോന്നും, ചില നേരത്ത് ഇത് തോന്നും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കായ ചിലവായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഒന്ന് ചൂടാക്കി ഇനി ഞങ്ങൾക്ക് കഴിക്കാമല്ലോ, എനിക്കും ചേട്ടനും കഴിക്കാമല്ലോ. പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും എനിക്കൊക്കെ കായ മെഴുക്ക് പറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്കല്ല, ശ്രീകുട്ടന് വലിയ അങ്ങോട്ട് ഇഷ്ടം കാണില്ല. ഇപ്രാവശ്യം ഇത് കഴിഞ്ഞ് വേറൊരു ദിവസം വെച്ചപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ തോറ്റല്ലേ പിള്ളേർക്ക്. അപ്പം ഞാനും കായ കഴിക്കാത്ത കാരണം കായ മെഴുക്ക് പറ്റി ഉണ്ടാക്കാറേ ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ ബാക്കിയായി. അപ്പം ഞാൻ വൈകുന്നേരം വന്നപ്പോൾ അതെടുത്ത് കുറച്ച് കഴിക്കാമെന്ന് ചോദിച്ചാൽ അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ റൈസൊന്നും അധികമൊന്നുമില്ല, ഒരാൾക്കൊക്കെ കൊണ്ടുവരാനുള്ളൂ. അപ്പം അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് കടലക്കറീനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്ന വഴി വേഗം ഇങ്ങോട്ട് കടല ആവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അടുപ്പത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടി. പുട്ട് അടുപ്പത്തേക്ക് വെക്കുന്നതോടുകൂടി നമുക്ക് കടല തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഈ കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഭയങ്കര ഈസി ഒരു മെത്തേഡാണ് ഈ കടലക്കറി ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാറ്. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. മല്ലിയിലൊന്നും അമ്മ യൂസ് ചെയ്യേയില്ല, മല്ലിയില ആ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല, അങ്ങനെ ഇടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നാത്തു വന്നപ്പോഴാണ് പിന്നെയും ചെറിയൊരു മാറ്റമൊക്കെ മല്ലിയിലയുടെ കാര്യത്തിൽ വന്നത്. അങ്ങനെ കടലക്കറിയും പുട്ടും റെഡിയായി. പുട്ട് രണ്ടാമത്തെ. അപ്പോൾ ഓരോ പുട്ട് പിന്നെ വേഗം ഓരോരുത്തർ എടുത്തിട്ട് പോയി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചില്ലിൻ്റെ അടിയിൽ പെട്ടുപോയി, അതെടുത്ത് ഞാൻ വീണ്ടും 4 കഷ്ണം തന്നെ പുട്ടുണ്ടാക്കിയുള്ളൂ. ചേട്ടൻ്റെ വന്ന് ഇരിപ്പാണ് കേട്ടോ. ചേട്ടൻ വരുമ്പോൾ കുറേ വെള്ളം കിട്ടണം. അപ്പോൾ ആദ്യത്തിൻ്റെ കൂജ മേടിച്ചുകൂടെ, തണുത്ത വെള്ളം കിട്ടാമെന്നൊക്കെ ചോദിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എപ്പോഴും എന്താ പറയുക, തണുത്ത വെള്ളം ഐസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് ഫ്രിഡ്ജിൽ ഞാൻ വെള്ളം വെക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിക്കാൻ പറഞ്ഞത്, കൂജ മേടിക്കാൻ പറഞ്ഞത്. പണ്ടുണ്ടായിരുന്നു കേട്ടോ കൂജ. പിന്നെ ഇതിലെന്തോ കിനിഞ്ഞ് വരുന്നു പറഞ്ഞ അമ്മ അതിൻ്റെ ചുറ്റും സിമെൻറ്റ് പൊത്തിയപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ അതിന് തണുപ്പില്ലാണ്ടായി, കൂജയുടെ ഉപയോഗം ഇല്ലാണ്ടായി. അപ്പോൾ ചേട്ടൻ പറയണ്ടായിരുന്നു കൂജയ്ക്ക് ചെറിയ ഹോളുകൾ ഉണ്ടാവും, അത് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തണുക്കില്ലാന്ന്. അപ്പോൾ അമ്മ ചുറ്റും സിമെൻ്റ് ആക്കി വെച്ചില്ലേ, പിന്നെ അത് വെള്ളമൊന്നും തണുക്കാണ്ടായി. അപ്പോൾ ഞങ്ങളങ്ങനെ വേറെ എന്തോ ഇട്ട് പിന്നെ അത് നമ്മുടെ തൃശ്ശൂർ തന്നെ വെച്ച് കേട്ടോ. അവിടെ പിന്നെ അതൊന്നും കൊണ്ട് കൊണന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ശ്വാസം വലിയും തിക്കും തിരക്കും ഒക്കെയാണെന്ന്. അപ്പോൾ അത് ശ്വാസം വലി വരുന്നുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 10 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കില്ലേ, അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ശ്വാസം വലിവ് അങ്ങനെ
അസുഖത്തിൻ്റെ പ്രത്യേകതകളോ കൊണ്ടൊന്നല്ല, വയ്യാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ. ഞാൻ ഈ തിക്കും തിരക്കും കൂട്ടി അങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് ശീലമായി. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ തിക്കും തിരക്കും കൂടിച്ച് സംസാരിക്കുമ്പോൾ ആ സ്പീക്കറിൻ്റെ അവിടെ ചെന്ന് നമ്മുടെ ശബ്ദം തട്ടിയിട്ടാണ് വലിയ പോലെ തോന്നുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഫോണൊക്കെ ഇത്തിരി നീക്കി പിടിച്ച് ഇത്തിരി സ്പീഡ് കുറച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.